ലണ്ടനിൽ നിന്ന് 24 പ്രതിനിധി ഫിയാസ് പാലപ്പറമ്പിൽ ചേരുന്നുണ്ട്. ഈ അപകടത്തിൽ മരിച്ച രഞ്ജിതയുടെ ലണ്ടനിലെ വിശദാംശങ്ങളൊക്കെ നമുക്ക് ഫിയാസിനോട് ചോദിക്കാം. ഫിയാസ്, കേൾക്കാമോ? കേൾക്കാം പ്രജിൻ. ഈ വലിയ ദുരന്തത്തിന്റെ ആഘാതത്തിലാണ് നമ്മുടെ നാടൊന്നാകെ ഉള്ളത്. അതിലൊരു മലയാളിയും ഉൾപ്പെട്ടത് രഞ്ജിതയാണ്, പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി. അവിടെ ലണ്ടനിൽ നഴ്സായി ജോലി ചെയ്യാൻ വരികയായിരുന്നു എന്നൊക്കെയുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചത്. മറ്റെന്തൊക്കെയാണ് ഫിയാസിന് രഞ്ജിതയെക്കുറിച്ച് അറിയുന്നത്? പ്രജിൻ, നാട് മാത്രമല്ല, പ്രവാസികളായ മലയാളികളുള്ള UK ഞങ്ങൾ എല്ലാവരും തന്നെ ഒരു നടുക്കത്തിലാണ്. കാരണം മലയാളികൾ മാത്രമല്ല, ഇവിടെയുള്ള ഇന്ത്യക്കാരെല്ലാവരും തന്നെ ഈ ഒരു ദുരന്ത വാർത്ത വളരെ ഖേദകരമായിട്ടാണ് കേട്ടത്. ഈ കുട്ടി, അതായത് മരിച്ച രഞ്ജിത, വർക്ക് ചെയ്യുന്നത് പോർട്സ്മൗത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ക്യൂൻ അലക്സാണ്ട്ര ഹോസ്പിറ്റലിലാണ് ഈ കുട്ടി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 6 മാസമായി ഈ ഹോസ്പിറ്റലിലെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലാണ് രഞ്ജിത വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രജിൻ, അതെ, നമുക്ക് അത്തരം വിവരങ്ങളൊക്കെ പ്രാഥമികമായി ലഭിച്ചിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങോട്ട് വരാനിരുന്നതാണ്. എനിക്ക് തോന്നുന്നു ഈ ഫ്ലൈറ്റ് കയറിയ ശേഷമൊന്നും പിന്നീട് ഒരു വിവരങ്ങളും വീട്ടുകാർക്ക് ലഭിച്ചിരുന്നില്ല. അവരൊക്കെ പറഞ്ഞത് അതെ, ശനിയാഴ്ച ഈ കുട്ടിക്ക് ഡ്യൂട്ടിയിൽ തിരിച്ച് ജോയിൻ ചെയ്യേണ്ടതായിരുന്നു. ഇതിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന മലയാളികളായിട്ടുള്ള കുട്ടികൾക്കെല്ലാം തന്നെ, മലയാളികൾ എന്നല്ല, ആ വാർഡില്, ഇത് കാർഡിയോളജി വാർഡില് C6 വർക്ക് ചെയ്യുന്നത്. കാർഡിയോളജി വാർഡിൽ ഇതിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന, രഞ്ജിതയുടെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും തന്നെ വളരെ നല്ല അഭിപ്രായമാണ് ഈ കുട്ടിയെക്കുറിച്ച് പറഞ്ഞത്. കാരണം എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്തു കൊടുക്കുമെന്നും ആണ് അവര് നമ്മളോട് പറഞ്ഞത്. അതില് 1ാം വർഷ നേഴ്സിംഗ് വിദ്യാർത്ഥിയായിട്ടുള്ള വിമൽ ടി ജോസിച്ചൻ എന്ന് പറയുന്ന കുട്ടി 1ാം വർഷം ഇവിടുത്തെ അതേ ഹോസ്പിറ്റലിലെ നേഴ്സിംഗ് വിദ്യാർത്ഥിയാണ്. ആ കുട്ടിക്കൊക്കെ ഈ രഞ്ജിതയെ കുറിച്ച് പറയാനായിട്ട് 100 നാക്കാണ്. കാരണം എന്താവശ്യമുണ്ടെങ്കിലും എന്ത് സഹായം വേണമെങ്കിലും ഈ ചേച്ചിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ചേച്ചി ചെയ്തു തരുമെന്നാണ് നമ്മളോട് അവരെല്ലാരും പറഞ്ഞത്. ബാക്ക് പെയിനുമായി ബന്ധപ്പെട്ട് എന്തോ ട്രീറ്റ്മെന്റ് ഉണ്ട്, അതിന് വേണ്ടിയിട്ട് നാട്ടിൽ പോകണം എന്നുമാണ് ഹോസ്പിറ്റലിലെ റെക്കോർഡ്സിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് ഈ കുട്ടി നാട്ടിലേക്ക് പോയതും ശനിയാഴ്ച, അതായത് ഇന്ന് രാത്രി ഇവിടെ വരുമെന്ന് ഇത് കൂടെ താമസിക്കുന്നത്, അതായത് ഈ കുട്ടി താമസിക്കുന്നത് നോർത്ത് എൻഡ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ദിവ്യ എന്ന് പറയുന്ന മറ്റൊരു മലയാളിയായ ആളുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അവരോട് പറഞ്ഞത്, ചേച്ചി ഞാൻ ഇന്ന് വൈകിട്ട് തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് രാവിലെ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് അവരെ വിളിച്ച് സംസാരിച്ചത്. പക്ഷെ നമ്മളെല്ലാവരും നടുക്കത്തോടെയാണ് ഈ വാർത്ത കേട്ടത്.